അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുകയും റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ പാരഡൈസിലേക്ക് പ്രവേശനം കിട്ടുന്നവരിൽ നമ്മെ എല്ലാവരെയും ചേർക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഇന്ന് വിശുദ്ധമായ റമളാനിൻ്റെ 17ാമത്തെ ദിവസമാണ്, ബദർ ദിനമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായി പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ട പരിശ്രമങ്ങൾ നടത്തിയതിനാണ് ബദർ എന്ന് നമ്മൾ അറിയുന്ന ഒന്നാണ്. ആ ബദർ ദിനത്തിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ത്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേവലാതികളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ബദറിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്ത് മേലോട്ട് കൈ പൊക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവ് ബാക്കിലേക്ക് മറിഞ്ഞു വീഴുന്ന രീതിയിലൊക്കെ ദുആ ചെയ്തിരുന്നു എന്ന് കാണാം. മാത്രവുമല്ല, വെള്ളം അടുപ്പത്ത് വെച്ച് ആ ചട്ടി കായുന്നത് പോലെയുള്ള ഒരു ഞരക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിരുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ് ബദർ ദിനത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഞാൻ അല്പം യുദ്ധം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പറ്റി എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുകയാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് നബി പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പോയി അല്പം യുദ്ധം ചെയ്ത് വീണ്ടും നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴും സുജൂദിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം തവണയും അതുപോലെ ഞാൻ ആവർത്തിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫലം യസൽ യഖൂലു ദാലിക ഹത്താ ഫതഹല്ലാഹു അലൈഹി. ബദർ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം നൽകുന്നത് വരെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ധാരാളമായിട്ട് വിളിച്ച് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ പരിഹാരമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.